വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവർടെക് HWCS SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നിർവഹണം ജോസ് കുഴിക്കൊമ്പൽ. ഭാഗം 2. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജനകീയ ആരോഗ്യ കേന്ദ്രം, അതിലെ വിവിധതരം പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദേശീയ ആരോഗ്യ പ്രവർത്തനങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഒരു മാറ്റുലി ശ്രോതാക്കളുമായിട്ട് സംവദിക്കുന്നതിന്, മാറ്റുലി ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഇപ്പോൾ ഇവിടെ വൈത്തിരി സുഗന്ധഗിരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജിബി പുല്ലാട്ട്, അതുപോലെ തന്നെ വെങ്ങപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സനൂജ എന്നിവർ നമുക്ക് വേണ്ടി സന്നിഹിതരായിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഗർഭനിരോധനവും കുടുംബ ആസൂത്രണ സേവനങ്ങളും ഉദ്ദേശിക്കുന്നത്. എന്താ ഈ ഗർഭനിരോധനം ഉദ്ദേശിക്കുന്നത്? എന്താ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഈ ഗർഭനിരോധന മാർഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കോണ്ടം പോലുള്ള ഗർഭനിരോധന മാർഗങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കോപ്പർട്ടി അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും വേണ്ട നമ്മളൊരു പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിതിൽ ഉൾക്കൊള്ളുന്നത്. അതായത് ഒരു കുട്ടികളുള്ളവർക്ക്, 2 കുട്ടികളുള്ളവർക്ക് നമ്മൾ മാക്സിമം മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഇത് പ്രമോഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു വയനാട് പോലുള്ള മേഖലകളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു അവബോധം ഈ ഒരു കാര്യത്തിൽ ഒരു കുറവായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തെ ഈ ഒരു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലും അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലും ഏറ്റവും നല്ല കുറവുള്ളൊരു നാടാക്കി മാറ്റിയത് തന്നെ നമ്മുടെ ഈ ഒരു കുടുംബക്ഷേമ പരിപാടികൾ വളരെ മുന്നിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിൻ്റെ മാർഗങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരികയും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശക്തമായ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, ഈ കൗമാരാരോഗ്യ സേവനങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതായത് പോഷകാഹാരം കൊടുക്കുന്നു, അതുപോലെ ലൈംഗിക പ്രജനനാരോഗ്യത്തെപ്പറ്റി ഉള്ള ബോധവൽക്കരണം, മയക്കുമരുന്ന് ഉപയോഗവിരുദ്ധം, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗവിരുദ്ധ ബോധവൽക്കരണ പരിപാടി, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആണ് നമ്മളുടെ ഈ അഡോളസൻ്റ് അല്ലെങ്കിൽ അഡോളസൻ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് ക്ലിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ കൂടി നമുക്കറിയാം, നമ്മളുടെ ലഹരി പോലെയുള്ള സാധ്യതയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിൽ വരുന്നതിൽ കൂടുതലും അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു കൗമാര കാലഘട്ടത്തിലായിരിക്കുമല്ലോ സാധാരണ. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് തന്നെ അവർക്ക് അതിനെതിരെയുള്ള അല്ലെങ്കിൽ ലഹരിക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണം അവരിൽ ഉണ്ടാക്കുകയും ഒപ്പം തന്നെ അവർക്ക് പോഷകാഹാരം, നമ്മൾ അനീമിക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കൗമാരകാലത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഈ വറുത്തതും പൊരിച്ചതും പോലെയുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപയോഗം പരമാവധി കൗമാരപ്രായത്തിൽ തന്നെ ആരംഭിക്കുക. അതേപോലെ തന്നെ എക്സസൈസിൻ്റെ പ്രാധാന്യം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വ്യായാമത്തിൻ്റെ കുറവ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. അപ്പം അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു 10-50 വയസ്സ് കഴിഞ്ഞ് നമ്മൾ തുടങ്ങേണ്ടതാണ് എന്നുള്ള ഒരു പൊതുജനങ്ങളുടെ ധാരണ മാറ്റിയെടുക്കുക. കൗമാരത്തിൽ തന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ബിഹേവിയറിൽ ഒരു മാറ്റം വരുത്തുക. ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുക. അതേപോലെ തന്നെ കൗമാരപ്രായം തന്നെ ഒരു ആരോഗ്യമുള്ള കൗമാരമാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ അഡോളസൻ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് ക്ലിനിക് അല്ലെങ്കിൽ AFHCS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നത്, ചോദിക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ചോദിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, അത് ഈ സാംക്രമിക രോഗങ്ങളുടെ നിരീക്ഷണം, നിയന്ത്രണം, അപ്പോൾ അത് ഏത് തരത്തിലാണ് നമുക്ക് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഈ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു പരിധി വരെ നമ്മൾ കുറേ അസുഖങ്ങളെ സാംക്രമിക രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ നമ്മുടെ വാക്സിനേഷനിൽ കൂടിയും ജനങ്ങളുടെ ജീവിത രീതിയിൽ കൂടിയും മരുന്നുകൾ കൂടിയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെയുള്ള സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും പുതിയതായിട്ടുള്ള എമർജിങ് ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എക്സാമ്പിൾ കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ, പുതിയ തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇപ്പോഴും
റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നേരത്തെ സനൂജ പറഞ്ഞതുപോലെ അതിന് നമ്മളെ യഥാർത്ഥത്തിലുള്ള ഒരു സർവേലൻസ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് നമ്മൾ ഫീൽഡ് തലത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പുതിയ തരത്തിലുള്ള അസുഖ സാധ്യതകൾ നമുക്ക് ഫീൽഡിലുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നേരത്തെ സനുജ പറഞ്ഞതുപോലെ അവിടെ പനിയുള്ള ആളുകളുണ്ടോ, അല്ലെ പനിയായിരിക്കാം ഒരു പക്ഷേ ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക. അത് ചിലപ്പോൾ ഡെങ്കിപ്പനി ആവാം, എലിപ്പനി ആവാം, ചിക്കൻഗുനിയ ആവാം, വേറെ ഏത് അസുഖങ്ങളും ആവാം. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ IHIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലിൽ നമ്മൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ഫീവർ കേസസ് അല്ല, അൺയൂഷ്വൽ ആയിട്ട് കാണുന്ന എല്ലാ അസുഖങ്ങളും നമ്മളത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ തന്നെ സാംക്രമിക രോഗങ്ങളെ കണ്ടുപിടിക്കാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധ്യമാവുന്നു. അത് ഫീൽഡ് ലെവലിൽ നടത്തുന്ന അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ നടക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ തന്നെ ആ പ്രവർത്തനത്തിന് നമ്മളെ സഹായിക്കാൻ നമുക്ക് ജാക്ക് കമ്മിറ്റികൾ ഉണ്ടാവും, ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്മിറ്റികൾ ഉണ്ടാവും, വാർഡ് മെമ്പർമാരുണ്ടാവും, അംഗനവാടി ടീച്ചർമാരുണ്ടാവും, നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം, അങ്ങനെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതിൽ തന്നെ ഉൾപ്പെടുന്നതല്ലേ ഈ മുതിർന്നവർക്കുള്ള ആരോഗ്യ സേവനങ്ങൾ, അതുപോലെ തന്നെ വയോജന രോഗനിർണയം, അവരുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശിക്കുന്നത്? യെസ്, അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാർ ചോദിച്ചത്. നമ്മളതിനെ നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർദൈർഘ്യം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏരിയയിൽ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്ന ഒരു പ്രവണതയുണ്ട്. അതൊരു നല്ല ലക്ഷണമാണ്. നമ്മുടെ ആയുർദൈർഘ്യം ഒരു സംസ്ഥാനത്ത് കൂടുക എന്ന് പറഞ്ഞത് അതൊരു നല്ല ലക്ഷണമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ആയുർദൈർഘ്യം കൂടുന്നത് കൊണ്ട് തന്നെ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ, അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളെ, അവരുടെ ശാരീരിക പ്രശ്നങ്ങളെ നമുക്ക് ശരിയായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയണം. നമ്മൾ അവർക്ക് വൃദ്ധരായ ആളുകൾ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ശരിയായിട്ടുള്ള ഇടപെടുക. നേരത്തെ സനൂജ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ സബ് സെൻറ്റർ ടീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവും, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഉണ്ടാവും, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഉണ്ടാവും, നമ്മുടെ ഏരിയയിലുള്ള ആശമാരുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ആ സബ് സെൻറ്റർ ടീം എന്ന് പറയുന്നത്. ആ സബ് സെൻറ്റർ ടീം സ്ഥിരമായി ഇത്തരത്തിലുള്ള വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അവരുടെ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ അവർക്ക് നൽകുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നമ്മൾ അവരെ കേൾക്കുക, അവർക്ക് നമ്മളോട് ഒന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുക, അവർ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പരസ്പരം വർത്തമാനം പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു വയോജന ആരോഗ്യ പരിപാലന പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതോടുകൂടി നമുക്ക് ആ ഒരു മേഖലയിലുള്ള വയോജനങ്ങളായിട്ടുള്ള ആളുകൾ കുറച്ചും കൂടി അവരോട് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും അത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അതിൻ്റെ അകത്ത് മുഖ്യ പങ്ക് വഹിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വയോജന ആരോഗ്യ പരിപാലന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് എന്ത് കാരുണ്യമാണ് അത് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ജനങ്ങൾക്ക്? അത് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് പോലെയുള്ള നമ്മൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. അതായത് മിക്കവാറും ഒരു കുടുംബത്തിന് താങ്ങാവുന്നത് അവർക്കൊരു അസുഖം വരുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ കാസ്പൊക്കെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ആശുപത്രിയിൽ പോകാനും അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ട് ഒരു പരിധി വരെയെങ്കിലും അവരെ സഹായിക്കാനും ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാസ്പ് പോലെയുള്ള പദ്ധതികൾ സഹായകരമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് വളരെ കോമൺ ആയിരുന്നു ഈ മലേറിയ. അപ്പോൾ ഈ മലേറിയ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം നാഷണൽ ഹെൽത്ത് സ്കീമിന് നിലവിലുണ്ടോ? അതെങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? നമ്മളിപ്പോൾ നാഷണൽ മലേറിയ എലിമിനേഷൻ പ്രോഗ്രാമിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2030 നിന്നുള്ള എലിമിനേഷൻ നമ്മൾ 2025 തന്നെ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വയനാട് ജില്ല ഒരു 6ഓളം അസുഖത്തിൻ്റെ എലിമിനേഷൻ പ്രോഗ്രാമിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് മലേറിയ.
അപ്പോൾ മലേറിയ നൂറ്റാണ്ടുകളായിട്ട് തന്നെ വളരെ ഒരു മഹാമാരി സൃഷ്ടിച്ച ഒരു അസുഖം തന്നെയായിരുന്നു. ഇപ്പോഴും കേരളത്തിൽ അത് കുറവുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെയധികം മലേറിയ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മലേറിയ എന്നൊരു അസുഖത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അറിയാം കൂടുതലും കേസുകൾ മലേറിയ കേസുകൾ വരുന്നത് പുറത്തു നിന്നുള്ള തൊഴിലാളികൾ വരുമ്പോൾ അവർക്കാണ് അതിൽ ഡിസീസ് വരുന്നത്. അതായത് അതിഥി തൊഴിലാളികളിലാണ് നമുക്ക് കൂടുതൽ കേരളത്തിൽ നിന്നും അസുഖം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മൈഗ്രൻസ് അതായത് അതിഥി തൊഴിലാളികൾ നമ്മുടെ ഏരിയയിൽ വരുമ്പോൾ തന്നെ അവരിലെ ഫീവർ സർവേ നമ്മൾ നടത്തുകയും അതുപോലെ തന്നെ നമ്മളൊരു ബ്ലഡ് സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു സ്മിയർ കളക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സ്മിയർ കളക്ഷൻ നമ്മൾ ലാബിലെത്തിക്കുകയും അതിൻ്റെ പരിശോധന, അതായത് മലേറിയൻ്റെ പാരസൈറ്റിൻ്റെ പരിശോധന നമ്മൾ അതിലൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ ഏരിയയിലെ മറ്റ് പനി കേസുകളുടെ സ്മിയറും എടുത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഏരിയയിൽ മലേറിയയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയാനും പുതിയ കേസുകൾ കണ്ടെത്താനും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു രോഗപ്രതിരോധ മാർഗം സൃഷ്ടിക്കാനും നമുക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മലേറിയ പോലെ തന്നെ ഉള്ള ഒരു രോഗമായിരുന്നല്ലോ ഈ ക്ഷയരോഗം. ആ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥ, ഇതിങ്ങനെ വല്ലാണ്ട് ഒരു പകർച്ചവ്യാധിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഉള്ളത്? ഈ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു വായുവിൽ കൂടി പകരുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു എയർബോൺ ഡിസീസാണ്. നമ്മൾ ക്ഷയരോഗമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായ രോഗാണുക്കൾ എത്താനും അങ്ങനെ എത്തുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും അസുഖം വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുന്നതാണ്. ക്ഷയരോഗം പകരുന്നത് അങ്ങനെയാണ്. പണ്ട് സാർ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഈ ക്ഷയരോഗം വല്ലാതെ കൂടുതലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ഷയരോഗത്തിനെ നേരത്തെ സനൂജ പറഞ്ഞതുപോലെ നമ്മളതിൻ്റെ ഒരു എലിമിനേഷൻ അല്ലെങ്കിൽ രോഗത്തിനെ തുടച്ചു നീക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് നിന്ന് നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയ അസുഖം ആദ്യത്തേത് വസൂരിയാണ്. രണ്ടാമത് അങ്ങനെ ഉള്ളൊരു അസുഖം എന്ന് പറയുന്നത് പോളിയോ ആയിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കുറച്ച് അസുഖങ്ങൾ, ഒരു 6 അസുഖങ്ങളെ വീണ്ടും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു നാഷണൽ പ്രോഗ്രാമാണ് NTEP എന്ന് പറയുന്നത്, നാഷണൽ ട്യൂബർകുലോസിസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം. അത് 1962 നമ്മൾ അതൊരു നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായി തുടങ്ങിയെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് NTEP, നാഷണൽ ട്യൂബർകുലോസിസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ പറയുന്നത്. ഇപ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏരിയയിലുള്ള ക്ഷയരോഗ സാധ്യതയുള്ള ആളുകളുടെ നമ്മൾ കഫമാണ് പരിശോധിക്കുന്നത്. അവരുടെ കഫം എടുത്ത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു. ഇതിന് നമുക്ക് സംവിധാനമുണ്ട്. നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ ഈ കഫം സാമ്പിളുകൾ ശേഖരിക്കുകയും ഫാൽക്കൺ ട്യൂബ് എന്ന് പറഞ്ഞ ഒരു ട്യൂബിൻ്റെ അകത്ത് നമ്മൾ അവർ പേരൊക്കെ എഴുതി അവർക്ക് കൊടുത്ത് അവരത് സാമ്പിൾ എടുത്ത് നമുക്ക് തരികയും നമ്മൾ നമ്മുടെ ആശാ വർക്കർമാർ മുഖാന്തരം ഇത് തൊട്ടടുത്തുള്ള ലാബുകളിലേക്ക്, ഈ ക്ഷയരോഗ നിർണയം സാധ്യമാകുന്ന ലാബിലേക്ക് നമുക്ക് അത് കൊടുത്തു വിടുകയും ചെയ്യുന്നു. അവരവിടുന്ന് അത് പരിശോധിക്കുന്നു. പരിശോധിച്ച ശേഷം ക്ഷയരോഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായി ഈ രോഗിക്ക് രോഗം മാറുന്നത് വരെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ നൽകുന്നു. തീർത്തും സൗജന്യമായിട്ടാണ് ഈ മരുന്നുകൾ നൽകുന്നത്. ഒപ്പം തന്നെ നമ്മൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേക പ്രൊജക്റ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് ഭക്ഷണ കിറ്റും കൂടി കൊടുക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇവർക്ക് ഭയങ്കര ക്ഷീണവും അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഒക്കെ കുറവുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടി കൊടുക്കുന്നു. മരുന്ന് മാത്രമല്ല, കൂടെ അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ രോഗിക്ക് ശരിയായ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലും അതേപോലെ രോഗസാധ്യതയുള്ള രോഗാണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരാൾക്ക് രോഗമുണ്ടാവുകയും മറ്റ് 5 ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ മറ്റ് ഈ 5 ആളുകളുടെയും കഫം സാമ്പിൾ നമ്മൾ പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് അവർക്ക് രോഗമുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് രോഗം മാറാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. മറിച്ച് അവരുടെ ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ആ രോഗാണുക്കളെ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഫലപ്രദമായ പ്രവർത്തനത്തിലൂടെ, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലിലൂടെ സമൂഹത്തിലുണ്ടാവുന്ന TB രോഗികളെ നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സയും നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുമ്പോൾ സമൂഹത്തിൽ ക്ഷയരോഗികളുടെ എണ്ണം കുറയുകയും നമുക്ക് അതിനെ ഒരു നിർമ്മാർജ്ജന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ഷയരോഗത്തെപ്പറ്റിയും മലേറിയയെപ്പറ്റിയും സംസാരിച്ചു. അതേപോലെ തന്നെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഇല്ലായ്മപ്പെട്ടിരിക്കുന്നൊരു രോഗമാണ് ലെപ്രസി, അതായത് ഈ കുഷ്ഠരോഗം എന്നൊക്കെ പറയുന്നത്. എവിടെയും കാണാനില്ല, പക്ഷെ വളരെ റെയറായിട്ട് ചില ഉൾഭാഗങ്ങളിലൊക്കെ, നമ്മുടെ സമൂഹത്തിലെ ചില ഗ്രാമങ്ങളിലൊക്കെ ഇതുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇറാഡിക്കേഷൻ പരിപാടി എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാമോ?
അതെ, നമ്മൾ ലെപ്രസിക്ക് NLEP, അതായത് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമാണ് നിലവിലുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ കേസ് ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇന്ത്യയിൽ ലെപ്രസി കേസുകൾ ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് നമ്മളൊരു തൊലിപ്പുറത്ത് വരുന്ന ഒരു അസുഖമാണ്. നമ്മൾ കണ്ടെത്തുമെങ്കിലും കുറേയൊക്കെ ലേറ്റായിട്ട് ഡയഗ്നോസായി പോകുന്ന ഒരു ഡിസീസും കൂടെയാണ് ഈ ഒരു ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. നമുക്ക് ആൾക്കാർ മുന്നത്തെ പോലെ തന്നെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള ഒരു അസുഖവും കൂടെയാണ്. ആൾക്കാർ പറയാൻ മടിക്കുന്നതും എനിക്ക് ഒരു അസുഖം അറിഞ്ഞാൽ ആരെങ്കിലും എന്നെ ഒഴിവാക്കുമോ എന്ന് ഭയപ്പെടുന്ന തരത്തിൽ ഇപ്പോഴൊരു സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഒരു അസുഖം കൂടി ആയതുകൊണ്ട് നമ്മൾ തൊലിപ്പുറത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വരാം. ഈ സ്കിന്നിൽ നമുക്ക് ഈ സ്പർശനശേഷിയില്ലാത്ത അടയാളങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. പക്ഷേ നമുക്ക് ഈ ഒരു ഡയഗ്നോസിസിന് ആൾക്കാർ വരുമ്പോൾ തന്നെ സ്വയം ഒരു പരിശോധനയ്ക്ക് വിധേയമാകാനോ അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത ഒരു സ്ട്രാറ്റജി വരുമ്പോഴാണ് നമുക്ക് ഈ അസുഖത്തെ കൂടുതലും നമുക്ക് ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഇവരെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. പക്ഷെ നമ്മൾ നിലവിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫീൽഡ് തലത്തിൽ തന്നെ ആൾക്കാരെ സ്കിൻ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവർക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പരിശോധനയിലേക്ക് കിടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരു സംഗതിയും കൂടെ ആണ്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഞങ്ങളോട് ഈ ഒരു അസുഖത്തിനെ കുറിച്ചാണല്ലോ ഇവർ ചോദിക്കുന്നതെന്ന്. പക്ഷേ കുറേയൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ ഒരു രീതി മാറി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വയനാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ചെയ്തു വരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊതുകുജന്യ രോഗം എന്നൊക്കെ വേണേൽ പറയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? യെസ്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്, NVDCP എന്ന് പറയുന്നത്. ഈ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള വെക്ടറും പരത്തുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നേരത്തെ സനൂജ പറഞ്ഞു, നമ്മളുടെ മലേറിയ നമ്മൾ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് മലേറിയ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നു. അതോടൊപ്പം തന്നെയാണ് നമുക്ക് പുതിയ തരത്തിലുള്ള ഇപ്പോൾ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, ജപ്പാൻ ജ്വരം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫൈലേറിയ, മന്ത് രോഗമൊക്കെ ഇതൊക്കെ കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. അപ്പോൾ നമ്മൾ കൊതുകിൻ്റെ കൂത്താടി നശീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നടത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അസുഖമുള്ളവരെ നേരത്തെ കണ്ടുപിടിക്കാനും അവർക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാനും ഒക്കെ നമ്മൾ നടത്തുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൊതുക് പരത്തുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇതെല്ലാം നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ കൂത്താടി നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ നൽകുന്നു, അതേപോലെ തന്നെ അസുഖമുണ്ടെങ്കിൽ നേരത്തെ അത് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ മലേറിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലേറിയയുടെ കാർഡ് ടെസ്റ്റ് ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ 9 ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു ആൾക്ക് മലേറിയ ഉണ്ടോ എന്ന് വളരെ നേരത്തെ കണ്ടുപിടിക്കാനും നമുക്കത് അവരെ ഉണ്ടെങ്കിൽ തന്നെ അവർ ചികിത്സിക്കാനും പറ്റുന്നു. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പുതിയ രീതി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ അതിഥി തൊഴിലാളികളെ അല്ലെങ്കിൽ അന്യദേശ തൊഴിലാളികളെ അവർ നമ്മളുടെ ഒരു ഭാഗമായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നമുക്ക് മലേറിയ അല്ലെങ്കിൽ മന്ത് പോലത്തെ അസുഖങ്ങൾ ഇല്ല എങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് അസുഖം ഉണ്ടാവുകയും അത് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്നത് അവർ വരുമ്പോൾ തന്നെ അവരുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തം നമ്മൾ പരിശോധിച്ച് അവർക്ക് രോഗസാധ്യത ഉണ്ട് എങ്കിൽ അവരെ നമുക്ക് മരുന്ന് കൊടുത്ത് ആ അസുഖം മാറ്റാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വളരെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷക സ്ഥാപനങ്ങളായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും അതിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അതിന് വേണ്ടുന്ന മുഴുവൻ സമഗ്രമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, സമഗ്രമായ രീതിയിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും ഇന്നത്തെ ഈ ചർച്ച സുഗന്ധഗിരി PHCയിലെ ജിബി, വെങ്ങപ്പള്ളി PHCയിലെ സനൂജ, നിങ്ങൾക്ക് രണ്ടുപേർക്കും റേഡിയോ മാറ്റിലിയുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വളരെ വിലപിടിപ്പുള്ള നിർദ്ദേശങ്ങൾ, വിലപിടിപ്പുള്ള അറിവ്
നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. നിങ്ങൾക്ക് വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി സർ, നന്ദി. ഒരു കാര്യം കൂടി, ഇത് നമ്മളൊരു കൂട്ടായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും പെട്ടുള്ള ആളുകളുടെ ഒത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നമ്മൾ കൈവരിക്കുന്ന ആരോഗ്യരംഗത്ത് നമ്മൾ നേടിയിട്ടുള്ളതെല്ലാം നമ്മൾ നേടിയെടുത്തത്. അതേപോലെ തന്നെ അതിന് സമാനമായ രൂപത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു അസുഖമില്ലാത്ത അല്ലെങ്കിൽ രോഗാതുരത കുറഞ്ഞ ഒരു നാടിനെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനൊരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവർടെക് HWCS SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നിർവഹണം ജോസ് കുഴിക്കൊമ്പൽ.